സൂര്യയുടെ കരിയറിലെ തന്നെ മികച്ചൊരു ചിത്രമാണ് സൂര്യ റിപ്പോർട്ട് എന്ന ചിത്രം. ചിത്രത്തിന്റെ സമയത്തുള്ള സുധ ഏറ്റവും പുതിയതായി സംവിധാനം ചെയ്ത് ഒരുക്കുന്ന ചിത്രമാണ് പരാശക്തി എന്ന ശിവകാർത്തികൻ ചിത്രം. ചിത്രത്തെ പറ്റി കുറച്ച് അപ്ഡേറ്റുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 40 ദിവസത്തോളം വരുന്ന ഷൂട്ടിംഗ് ആണ് ചിത്രത്തിന്റെ പെൻഡിംഗ് ആയി വരുന്നത്. ഇപ്പോൾ ശിവകാർത്തികൻ ലേറ്റസ്റ്റ് ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മദ്രാസി എന്ന ചിത്രത്തിലാണ്. ആ ഒരു ചിത്രത്തിന് തിരിച്ചു വന്നതിന് ശേഷം ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആക്കുമെന്നാണ് ചിത്രത്തിന്റെ സംവിധായികയായിട്ടുള്ള സുധ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ചിത്രം ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ ആയിട്ടാണ് ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്താനും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിലീസിനെത്താതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തഗ് ലൈഫ് എന്ന ചിത്രം. ചിത്രം വരുന്ന ജൂൺ 5-നാണ് വെള്ളുമായിട്ട് തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന് ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ ഇന്നാണ് നടക്കുന്ന ഒരു കാര്യം ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീം തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം വലിയൊരു ഹൈപ്പ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. പൊന്നിൻ സെൽവൻ എന്ന ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള മണിരത്നമാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത്. തൃഷയൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ നായികയായും എത്തുന്നത്. ശ്രീനാഥ് ബസ് നായകിനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു അസാദി എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന് ഒരു ആവറേജ് റെസ്പോൺസ് ഒക്കെ ആയിരുന്നു നേടിയെടുക്കാൻ സാധിച്ചുള്ളത്. ഈ ഒരു ചിത്രത്തിന് ഫസ്റ്റ് ഡേ കളക്ഷനായി ഏകദേശം ഒരു 10 ലക്ഷത്തിന് രൂപയ്ക്കടുത്തോളം ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. രൺബീർ കപൂർ ആയാലും നായകനായി യാഷ് വില്ലനായി വലിയൊരു ബിഗ് ബഡ്ജറ്റിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് രാമായണ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തെ പറ്റി കുറച്ച് അപ്ഡേറ്റുകൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. രൺബീർ കപൂർ തന്നെ പറഞ്ഞിട്ടുള്ളത് യാഷുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തിൽ കുറവായിരിക്കുമെന്നാണ്, അല്ലെങ്കിൽ സ്ക്രീൻ ടൈം ഒക്കെ അവർ തമ്മിലുള്ള സ്ക്രീൻ ഷെയറിംഗ് ഒക്കെ കുറവായിരിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. സായി പല്ലവിയാണ് ഈ ഒരു ചിത്രത്തിൽ നായിക എത്തുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ട് അടുത്ത വർഷമാണ് വെള്ളുമായിട്ട് തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന് വലിയ രീതിയിലുള്ള എക്സ്പെക്ടേഷൻ തന്നെയാണ് ഉള്ളത്. കാരണം രൺബീർ കപൂർ നായകനായിട്ടും യാഷ് വില്ലനായിട്ടും എത്തുന്നതൊക്കെ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രവും ആയതുകൊണ്ടൊക്കെ തന്നെ ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഹൈപ്പൊക്കെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ലാലേട്ടൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു തുടരുമെന്ന ചിത്രം. പുതിയ പുതിയ റെക്കോർഡുകളൊക്കെ ഇഷ്ടംപോലെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ 2 ചിത്രങ്ങളായിരുന്നു തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ളത്, നരിവേട്ടയും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന ചിത്രം. എന്നിട്ട് പോലും തുടരും ചിത്രം ഇന്നലെ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം 60 ലക്ഷം രൂപയ്ക്ക് മുകളിലൊക്കെ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. വിജയ് സേതുപതിയുടെ കീഴിൽ തന്നെ വലിയൊരു വിജയം നേരിട്ടുള്ള ചിത്രമായിരുന്നു 96 എന്ന ചിത്രം. ചിത്രത്തിന്റെ സംവിധാനം ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് ചിയാൻ വിക്രമിന് വേണ്ടി ഒരു ചിത്രമായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ സംവിധായകൻ ഇപ്പൊ ചിയാനോട് ഒരു കഥ പറഞ്ഞിട്ടുണ്ടെന്നും അത് ചെയ്യാൻ ഇഷ്ടപ്പെട്ടെന്നും കൂടാതെ തന്നെ ഡയറക്ടറോട് പറഞ്ഞിട്ടുള്ളത് ആ ഒരു കഥ കുറച്ചുകൂടി ഡെവലപ്പ് ആക്കാനും കൂടാണ്. ഈ ഒരു ചിത്രം പ്രൊജക്ട് നടക്കുകയാണെങ്കിൽ അടുത്തൊരു നല്ലൊരു പ്രതീക്ഷ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു മികച്ചൊരു പ്രൊജക്ട് തന്നെയാണ്. കാർത്തിക് നായകിനെ തിയേറ്ററിലേക്ക് റിലീസ് അല്ലെങ്കിൽ അടുത്ത റിലീസിന് ഒരുങ്ങുന്ന ഏറ്റവും പുതിയൊരു ചിത്രമാണ് അദ്ദേഹത്തിന്റെ 29ാമത്തെ ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ട് വരുന്ന ജൂൺ മുതൽ രാമേശ്വരത്ത് വെച്ച് ആരംഭിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. കല്യാണി പ്രദർശനം കൂടാതെ തന്നെ വടിവേലും ഒക്കെ ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. കൈദി ചിത്രമൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡ്രീം വാരിയേഴ്സ് ആണ് ഈ ഒരു ചിത്രമായാലും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു ചിത്രം അടുത്ത വർഷമൊക്കെ ആയിട്ടായിരിക്കും തിയേറ്ററിലേക്ക് റിലീസ് എത്തുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റിൽ ഒരുങ്ങുമെന്നൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് റൂമറുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. സന്ദീപ് റെഡ്ഡിയുടെ സംവിധാനത്തിൽ പ്രഭാസ് നായകിനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സ്പിരിറ്റ് എന്ന ചിത്രം. ആനിമൽ ചിത്രശേഷം സന്ദീപ് റെഡ്ഡി സംവിധാനം ചെയ്ത് ഒരുക്കുന്ന ചിത്രം കൂടെയാണ്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ നായിക തൃപ്തി വരുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ ഉടനെ തന്നെ തുടങ്ങുമെന്നും ചിത്രത്തിന്റെ ടീം തന്നെ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. രജനികാന്ത് നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ചിത്രം തന്നെയാണ് കൂലി എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഒരു അപ്ഡേറ്റ് വരുന്നതോറും ചിത്രത്തിന് ഒരു ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് രജനികാന്തിന്റെ ഒരു കിടിലം പോസ്റ്റർ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ ഒരു പോസ്റ്ററായാലും വലിയ രീതിയിൽ തരംഗമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നാനി നായകനെ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ഹിറ്റ് ചിത്രത്തിന്റെ 3ാം ഭാഗം. ഈ ഒരു ചിത്രം തിയേറ്ററൊക്കെ വലിയ രീതിയിലുള്ള ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെ നേടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിനായി കുറെ ആൾക്കാരായിരുന്നു കാത്തിരുന്നിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം വരുന്ന മെയ് 29-ന് ചിത്രം നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസിലെത്തിക്കുമെന്ന് ഒഫീഷ്യലി തന്നെ ചിത്രത്തിന്റെ ടീമായാലും കൺഫേം ആക്കിയിരിക്കുകയാണ്. നാനിയുടെ കരിയറിലെ തന്നെ 2ാമത് 100 കോടി കളക്ഷൻ നേടിയ ഒരു ചിത്രങ്ങളുടെ ലിസ്റ്റിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ള ഒരു ചിത്രത്തിലായിരുന്നു ഹിറ്റ് ചിത്രത്തിന്റെ ആയാലും 3ാം ഭാഗം. നാനിയുടെ കരിയറിലെ തന്നെ മികച്ചൊരു വിജയം നേടിയിട്ടുള്ള ചിത്രത്തിലായിരുന്നു ഹിറ്റ് ചിത്രത്തിന്റെ 3ാം ഭാഗം. വിഷു റിലീസായി തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു ആലപ്പുഴ ജിങ്കാന എന്ന ചിത്രം. നെസ്ലിൻ ഗണപതി കൂടാതെ തന്നെ ലുക്മാൻ സന്ദീപ് അങ്ങനെ വലിയൊരു സാധ്യത തന്നെ ഈ ഒരു ചിത്രത്തിന് ആവശ്യമായി വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസ് എത്തിയ സമയത്ത് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം 50 കോടി രൂപയ്ക്ക് ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം തിയേറ്ററിൽ ഒരു സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ വിജയമൊക്കെ നേടിയിട്ടുള്ള ചിത്രമായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിനായി കുറെ ആൾക്കാരായിരുന്നു കാത്തിരുന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സോണി ലൈവ് ആയിരുന്നു സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസ് ജൂൺ മാസം ഉണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെ അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ചിത്രം ഈ വരുന്ന ജൂൺ 5-ന് സോണി ലൈവ് വഴി OTT റിലീസ് എത്തിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. എന്തായാലും നെസ്ലിന്റെ കരിയറിൽ തന്നെ അത്യാവശ്യം നല്ലൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു OTT റിലീസ് ഡേറ്റിൽ നിന്നും ചിത്രത്തിന്റെ ഒരു OTT റിലീസ് മാറാനുള്ള ചാൻസ് ഒന്നും കാണുന്നില്ല. എന്തായാലും ആലപ്പുഴ ചിങ്കാന എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു OTT റിലീസിനായി കാത്തിരിക്കുക.